കഴിഞ്ഞ ദിവസം അതിരമ്പുഴയ്ക്ക് പോയിട്ടും ഈ കാഴ്ചയൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, മറന്നുപോയി. അത് തന്നെയായിരുന്നു കാര്യം. ഗാർഡനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മ അതേ ഇങ്ങനെ പോയ കുറേ ബക്കറ്റിലൊക്കെ വെള്ളരിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 2 കായ പിടിച്ചിട്ടുണ്ട്. ഒരെണ്ണം പച്ചയാണ്, ഒരെണ്ണം നല്ല കളറൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് നീളമൊന്നുമില്ല, ഉരുണ്ടിട്ടാണ്. ഇനി എങ്ങനെ വേണമെങ്കിലും ആട്ടെ, നമുക്കത് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമല്ലേ. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു, നമ്മൾ ഈ മുരിങ്ങ വെച്ചിട്ട് ഒരു 3-4 വർഷം ആയിരുന്നു ആ മുരിങ്ങ വെച്ചിട്ട്. പക്ഷെ അതിൽ ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. കായ ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നുമില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നോക്കിയപ്പോഴത്തേന് 10-12 മുരിങ്ങക്കോല് അതിലുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. കാരണം ഉണ്ടാകുന്നില്ല, വെറുതെ വെട്ടിക്കളയണം എന്നൊക്കെ വിചാരിച്ചിരുന്ന മുരിങ്ങയിലാണ് ഇത്രയും കായ ഉണ്ടായത്. പക്ഷെ കുറച്ച് മൂത്ത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടില്ലല്ലോ, നമ്മൾ അറിഞ്ഞില്ല ഇതിലുണ്ടായി കിടന്നത്. പിന്നെ അതെല്ലാം പറിച്ചെടുത്ത് കേട്ടോ. അപ്പം പപ്പയും അമ്മ ഏറ്റുമാനൂർക്ക് വന്നപ്പോഴത്തേന് എനിക്ക് അത് കൊണ്ടുവന്നു കേട്ടോ. മുരിങ്ങക്കായും പിന്നെ അതുപോലെ തന്നെ വെള്ളരിയും ഒക്കെ അമ്മ വെച്ചതിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പം അതിൻ്റെ ഒരിത് അമ്മ എനിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ച് ചെടിയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒന്ന് നമ്മുടെ CC പ്ലാന്റ് ആണ്. അധികം ചെടി കൊണ്ടുവന്നിട്ടില്ല, CC പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിരമ്പുഴയിൽ പള്ളിപ്പെരുന്നാളിൽ നമ്മൾ സിലോഷ്യയുടെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മളിവിടെ ഇട്ടിട്ട് ഒന്നും തന്നെ പിടിച്ചില്ല കേട്ടോ, ഒരു ഇതുപോലും കിളിർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പോയെന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മ അത് അതിരമ്പുഴയിൽ അവിടെ ഒരു വീട്ടിൽ തൈ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് തൈകളുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അങ്ങനെ തൈയായിട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പെട്ടെന്ന് പിടിച്ചോളൂല്ലോ. അങ്ങനെ നമ്മൾ ആ ചീനി മുളകൊക്കെ നിന്ന് ആ ഒരു ഏരിയ പുല്ലൊക്കെ ഒന്ന് മാറ്റി നമ്മളൊരു ഗ്രോ ബാഗ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് മാറ്റി അവിടെ ഇരുന്ന ചെടിയും നമ്മൾ തൽക്കാലത്തേന് ഇപ്പുറയിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഈ സിലോഷ്യ അവിടെ ഒരു ലൈൻ പോലെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്ലാൻ. കാരണം വീട്ടിലേക്ക് കയറി വരുമ്പോഴേ ഒരു നോട്ടം ഇങ്ങനെ കിട്ടുന്ന ആ ഒരു ഭാഗത്ത് തന്നെ അത് വെച്ചിരിക്കുന്നത്. കാരണം കയറി വരുമ്പോൾ തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഇതാകുമ്പോൾ യെല്ലോയും റെഡും ഒക്കെ ആയിട്ട് നല്ല കളർഫുള്ളല്ലേ. അപ്പോൾ അവിടെ ആദ്യം അത് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ബ്രൈഡൽ ബക്കറ്റ് പ്ലാന്റിൻ്റെ ആണ്. അതുമൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മളുടെ ഇങ്ങനെ നോക്കുമ്പം ആ ചെടി അവിടെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് വെച്ചിട്ടാണ് നമ്മളങ്ങനെ സെറ്റ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്തേക്കണേ.